ഹലോ, ഇന്ന് നമുക്കൊരു ഹോം മെയ്ഡ് ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കാവേ. നമുക്ക് ഹെൽത്തി സ്കിന്നിനും ഹെയറിനും ബോൺസിനും നെയിലിനും എല്ലാം വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബയോട്ടിൻ പൗഡർ മിക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് വേണ്ടത് പീനട്ട്സ് വേണം, പിന്നെ കുറച്ച് പംകിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇതൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. കാരണം പലതിനും പല സൈസാണ്. നമ്മളിതെല്ലാം കൂടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചിട്ടങ്ങ് റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ചില സാധനം നന്നായിട്ട് മൂത്ത് പോകും, ചില സാധനം നന്നായിട്ട് മൂക്കത്തില്ല. അപ്പോൾ പിന്നെ അതുപോലെ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ പലതിനും പല സൈസല്ലേ. അപ്പോൾ നമ്മൾ കുറേ ഇട്ടുകൊണ്ട് മൂപ്പിക്കുമ്പോൾ ചിലത് കരിഞ്ഞും പോകും, ചിലത് കറക്റ്റ് ഭാഗത്തിന് മൂക്കുകയും ചെയ്യും. പിന്നെ വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്, അതിനുശേഷം കുറച്ച് സൺഫ്ലവർ സീഡ്സ് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 50 ഗ്രാം വീതം എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പ്രപ്പോർഷൻ കറക്റ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡും സെസമം സീഡും ചിയാ സീഡും എടുക്കുന്നുണ്ട്. അത് മൂന്നും ഏകദേശം സൈസൊക്കെ സിമിലർ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരുമിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. കാരണം അത് സെപ്പറേറ്റ് ഇടാതെ അത് ഒരുമിച്ചിടുന്നതിന് കുഴപ്പമില്ല. കാരണം ഏകദേശം ഒരേ ടൈമിന് അത് എല്ലാം മൂത്ത് വന്നോളും. അതുകൊണ്ട് ഞാനത് മൂന്നും കൂടെ ഒരുമിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം റോസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓരോ പാത്രത്തിലെടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ചൂട് നന്നായിട്ട് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളിത് ചൂടോടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്നൊക്കെ ഓയിൽ റിലീസ് ചെയ്യും. നമ്മുടെ പീനട്ട്സിൽ നിന്നാണെങ്കിലും ആൽമണ്ട്സിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല ഓയിൽ വരും. അപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ നമ്മളിത് പൊടി ഉണ്ടാക്കുന്നതിന് പകരം ഇതിനകത്ത് ചിലപ്പം ഉണ്ട ഉണ്ടാക്കേണ്ട അവസ്ഥയായി പോകും. സോ നമ്മൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഇങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ല മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിപ്പം 2 തവണയായിട്ട് ഞാൻ പൊടിച്ച് വലിയ ജാറിനകത്തിട്ട് പൊടിച്ചിട്ട് തമ്മിൽ മിക്സ് ചെയ്തെടുത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇട്ട് നമുക്ക് വെക്കാം കേട്ടോ. നമുക്കിത് പാലിൻ്റെ കൂടെ കുഞ്ഞു പിള്ളേർക്കും കൊടുക്കാം, വലിയ പ്രായമായവർക്കും കൊടുക്കാം, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സ്മൂത്തീസിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഓവർനൈറ്റ് ഓട്സിനകത്ത് ആഡ് ചെയ്ത് എടുക്കാം. പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ ദോശയൊക്കെ ചുടുമ്പം അതിനകത്തൊരു സ്പൂൺ ആഡ് ചെയ്തിട്ട് കലക്കിയിട്ട് ചുട്ട് കൊടുക്കാം. അപ്പം ചില കുട്ടികൾക്ക് എല്ലാ നട്ട്സൊന്നും റോ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കിങ്ങനെ കൊടുത്ത് പറ്റിക്കാനൊക്കെ പറ്റും. കാരണം ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഇത് കഴിക്കുന്ന ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്കും നമ്മുടെ ഹെയർ ഭയങ്കര തിന്നായി പോകുന്നതിന്, ഹെയർ ഫോൾ വളരെ കൂടുതലുള്ള ആൾക്കാർക്ക്, കോവിഡിന് ശേഷം ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്ക് ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ നഖം നീട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ പാത്രം കഴുകുമ്പോഴേ നഖം പൊട്ടിപ്പോകുന്നെന്ന് പറയും ചില ആൾക്കാർ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ PCOS ഉള്ള ആൾക്കാർക്ക്, പിന്നെ ഹോർമോണൽ ഇംബാലൻസുകളുള്ള ആൾക്കാർക്ക്, ഡിപ്രഷനൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അതൊക്കെ എന്തുകൊണ്ട് ഓരോ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഈ ബയോട്ടിൻ പൗഡർ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ അതുണ്ടാക്കി ബാക്കി അതിനകത്തേക്ക് ഒരു പഴവും കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഒരു ഷേക്ക് പോലെ അടിച്ചെടുത്തത് എനിക്കും ഏട്ടനും കൂടെയുള്ള 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണിത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ.